എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? എങ്ങനെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും? അന്ന് തന്നെ അവരത് ഞങ്ങളോട് പറഞ്ഞപ്പോ പലരും മുന്നേ ഇത് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളോട് തർക്കിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം. ആധാറുകൾ വെച്ച് ഇത് റസൂലുള്ളാന്റേതാണ് എന്ന് ഇജേ ഞങ്ങളെ വിശ്വസിക്കണ്ട. അനക്ക് അന്നെ തന്നെ വിശ്വാസം ഉണ്ടോ? മതത്തിൽ എന്താണോ അതിന് പ്രമാണം, അത് സനതാകട്ടെ, അതല്ല മറ്റ് പ്രത്യേകതകളാകട്ടെ, അത് വെച്ച് തെളിയിക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ അനക്ക് ഞങ്ങൾ പറഞ്ഞ വിശ്വാസം ഉണ്ടാവില്ല. ഞങ്ങൾ കാണിച്ചു തന്നാലും ഞങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടാവില്ല. അനക്ക് അന്നെ കൊണ്ട് തന്നെ ഇതിന് പ്രമാണം, അത് സനതാകട്ടെ. അപ്പൊ സനതജി കണ്ടിക്കണ്, ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാകുമോ? അതിന്റെ പ്രത്യേകതകൾ ചെറുപാർക്ക് വളരും. അപ്പൊ വളർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് നീളം കൂടിയത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാകുമോ? അതിന് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാകുമോ? ആ മുടി തന്നെയാണ് മർക്കസിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഇജ് എന്നോട് തന്നെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാകുമോ? എനിക്ക് ആരെ വിശ്വാസം? അത് പറയണു. ഞങ്ങളെനിക്ക് വിശ്വാസമില്ലല്ലോ. എനിക്ക് അന്ന വിശ്വാസം ഇല്ലേ? എന്നാ ഓരോന്നോരോന്ന് കണ്ടോ റെഡിക്ക് എൻ്റെ അനുഭവം. ഇത് ഞാൻ പഴയ കാലത്ത് പറഞ്ഞതാണ്, ആരുടെ വേണ്ടാണ്ട് കാര്യമില്ല. അനുഭവം തള്ളാൻ പറ്റൂല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യം ഇജ് അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇജിപ്പോൾ ചോദിച്ച ഓരോന്നുണ്ടല്ലോ സനത്, അതിൻ്റെ പ്രത്യേകതകൾ, അത് കാണിച്ചു തന്നാൽ പോരെ? ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. അനുഭവമാണ്, അനുഭവം തള്ളാൻ കഴിയില്ല. എത്ര ആയാലും തള്ളാൻ കഴിയില്ല. ഇച്ചോ അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായ അനുഭവം എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ അപ്പാട് കൂടി, അല്ലെ അപ്പുറത്തേക്ക് പോയി, ഞാൻ വേറെ എവിടെയും പോയി, ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ പറഞ്ഞ അനുഭവം അതോടുകൂടി ഇല്ലാതാവില്ല. ഇതിപ്പോൾ കുറേ എൻ്റെ മുൻകാല അനുഭവങ്ങൾ പറഞ്ഞല്ലോ. ഈ സംഘടനയിൽ നിന്ന് പോയിന്റ് ശേഷം എല്ലാ പ്രസംഗവും തള്ളിച്ചത് ബാധകല്ല. പക്ഷെ എനിക്കിതിൽ ഇവിടുന്ന് ദുരനുഭവം ഉണ്ടായിക്കണേ, ഇന്ന അങ്ങനെ ആക്കിക്കണേ, ഇന്ന അങ്ങനെ ആക്കിക്കണേ, ഇന്ന വാതിലടച്ച് പൂട്ടിക്കണേ, ഇന്റെ കാറ് കെട്ടുണ്ടായിക്കണേ എന്നൊക്കെ പറഞ്ഞല്ലോ. എല്ലാം തള്ളിയപ്പോഴും അനുഭവം തള്ളാൻ കഴിഞ്ഞില്ലല്ലോ. അനുഭവം എപ്പോഴും എടുത്തു വരല്ലേ. എൻ്റെ അനുഭവം ഈ സംഘടന ഉണ്ടായപ്പോൾ ഉണ്ടായിക്കണോ ഇല്ല എന്നുള്ള വേറെ വിഷയം. അള്ളാഹുവായാലും ഇജാതി കൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. ഈ ജാതി തോന്നറിഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം അനുഭവങ്ങൾ ആ എവിടെയായാലും അനുഭവമായി തന്നെ തുടരും. അതിനുള്ള തെളിവാണ് ജി രാമനാട്ട വെച്ച് നടത്തിയ ആ പ്രസംഗം. അതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും ആവർത്തിച്ച് നടത്തിയല്ലോ. അനുഭവങ്ങൾ എന്നെ അങ്ങനെ ആക്കി ഭീഷണിപ്പെടുത്തി, പല അനുഭവങ്ങളും. റൂമിൽ കുട്ടിട്ടു, വാതിലടച്ചു, എനിക്ക് ഭക്ഷണം തന്നില്ല, പള്ളിക്ക് പോകാൻ അയച്ചില്ല, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അതേപോലത്തെ അനുഭവത്തിൽപ്പെട്ട അനുഭവങ്ങളാണ് ഞാൻ ഇനി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അനുഭവം എന്നും അനുഭവമായിരിക്കും. അതിന് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എൻ്റെ ചോദ്യം അതൊക്കെ എൻ്റെ ആലറ്റിൽ വെച്ചാൽ മതി കേട്ടോ. ഞങ്ങളൊക്കെ എൻ്റെ ചോദ്യം പുല്ല് വില കൽപ്പിക്കണില്ല. എട്ടുകാലി വല ഉണ്ടല്ലോ, ആ വലന്റെ അത്ര ഉള്ളൂ, ഒരു തട്ടാണ്ട് കൊടുത്താൽ ഖലാസ്. ഇനി അടുത്ത ആ ചോദ്യം ചോദിക്ക്, നോക്കുക. പിന്നെയോ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിനെ ആദരിക്കലാണ് അദബ് കേട്ടോ. അത് ആരോടുള്ള അദബാണ്, സംശയമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ കൊണ്ടുവന്ന ആൾ മുബത്തദിയായി മാറിയാൽ, കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ, കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ, അതും ആരെ പേരിൽ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത വന്നു, അത് തെളിയിക്കുക തന്നെ വേണം. അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ കണ്ണുകൊണ്ട് എല്ലാ തെളിവുകളും സനതും കണ്ടു, അതിന് നേരില്ലാന്ന് കണ്ടു, മാത്രല്ല അത് വളരുന്നത് കണ്ടു, അതൊക്കെ ഞാൻ കാണിച്ചു തരും. അതിന് ശിഖരം പൊട്ടുന്നത് കണ്ടു. അങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് ഇത് കണ്ട് അത് ഷെയർ മുബാറക്കാന്ന് ഉറപ്പിച്ച സാധനം ഷെയർ മുബാറക്ക് എന്ന് എനിക്ക് എൻ്റെ കണ്ട് ബോധ്യപ്പെട്ട സാധനം കൊണ്ടുവന്ന ആൾ മുബ്തദിയായാൽ ഈ സാധനം എങ്ങനെയാണോ ഇല്ലാതാലേ? ഇതെങ്ങനെയാണോ ഷെയർ മുബാറക്ക് അല്ലാതാകലേ? അതിന് മറുപടി പറയണം. കൊണ്ടുവന്ന ആൾ വെച്ചാൽ കൊണ്ടുവരപ്പെട്ട സാധനം അതല്ലാതാകുമോ? അല്ല, കൊണ്ടുവന്ന ആൾ മുബ്തദിയായി എൻ്റെ വാദപ്രകാരം സമ്മതിച്ചാൽ തന്നെ ഈ ഷെയർ മുബാറക്ക് മുബ്തദിയാവോ? പറയടൂ മറുപടി. ഇത് ഞങ്ങൾ കൊണ്ടുവന്നത് ഷെയർ മുബാറക്കാന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടത്, അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടുവന്ന ആൾ മുജാഹിദായി, അല്ലെ ജമാഅത്തായി, അല്ലെ വഹാബിയായി, അല്ലെ മുബ്തദിയായി, അതുകൊണ്ട് ഷെയർ മുബാറക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ സനത് വേണം. ആദ്യം സനത് കണ്ട സാധനം അത്, ആദ്യം നേരില്ലാന്ന് കണ്ട് ബോധ്യപ്പെട്ട സാധനം അത്. ഇത് വളരുന്നുണ്ട് എന്ന് ആദ്യം കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതിന് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട് എന്ന് എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട സാധനം ഇവിടെ കൊടുന്നപ്പം അന്നൊക്കെ ഷെയർ മുബാറക്ക് ഇനി പിന്നെ ആൾ വഹാബിയായിക്കണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല സനത് വേണമെന്ന് പറയാൻ എന്ത് പ്രമാണമുള്ളേ? ആദ്യം കണ്ട് ബോധ്യപ്പെട്ട സാധനം അല്ലേ? ആ സാധനം എന്താ ഇവർക്കും കൊണ്ടേ? ഔ ജന്നെ പറയണ്ടേ? ഇനി ഓരോന്ന് കണ്ടോ? പൊട്ടത്തരം ചോദിച്ചു കേട്ടോ. എന്നെപ്പറ്റി എൻ്റെ അവൽ തൊട്ട് ആഖിറം വരെ പഠിച്ചാളാ ഞാൻ. എൻ്റെ മുഹിബായിരുന്നു ഞാൻ, എനിക്കറിയാലോ.
പിന്നെ എന്തുകൊണ്ട് മാറി? ഈ ആദ്യ പച്ച ആലിമ്യങ്ങളെ പേര് എപ്പിസ്ഥാനെ പോലത്തെ പണ്ഡിതന്മാരെ പറ്റ താറടിച്ച് പ്രസംഗിച്ചു തുടങ്ങിയപ്പം അനക്കെതിരെ നമ്മൾ വന്നു. ഔജി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ക്ലിപ്പ് കാണിച്ചു തരും. എപ്പിസ്ഥാനെ എതിർക്കുകയാണെങ്കിൽ എപ്പിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം. എപ്പിസ്ഥാനിന്റെ എതിരെ ആര് വന്നാലും നമ്മൾ എപ്പിസ്ഥാന് കാവൽ നിൽക്കണം, എപ്പിസ്ഥാന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസംഗത്തിൽ പഴയ കാലത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ക്ലിപ്പ് കാണിച്ചു തരും. അതുകൊണ്ട് എപ്പിസ്ഥാനത്തിൽ വന്നപ്പോഴാണ് നമ്മൾ തിരിച്ചടി ശക്താക്കിയത്. അത് ശക്താക്കും, ഒരു രക്ഷയാൻ കയ്യിലുണ്ടാവില്ല, എനിക്ക് മറുപടി വരാൻ കഴിയില്ല. കാരണം എൻ്റെ മറ പോവും, മനസ്സിലായി? ഇച്ചൊന്നും വരാനില്ല. ഇച്ച് വേപ്പെട്ട് വെക്കിയാൽ ആകാശം കീപ്പിട്ടൊക്കെ ഭൂമി. ഞാൻ ആരുമില്ലടോ. ചന്ന പോലത്തെ ആളുകൾ നേരിടാൻ നമ്മൾ എമ്പാടും മതി. ഇനി ഓരോന്നോരോന്ന് കണ്ടോ. അറിയോ നിങ്ങൾക്ക്, ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് അവറുകളിൽ 100% നമുക്ക് വിശ്വാസമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹംദുലില്ലാ അതൊരു 200 എന്നതല്ലാതെ ഉസ്താദ് അവറുകൾ പറഞ്ഞത് മുഴുവനും സനദടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് അവറുകൾക്ക് വിളിച്ച് ഞങ്ങൾ വീണ്ടും ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് ഉസ്താദ് അവറുകളെ പ്രത്യേകം വിളിച്ചു പറയേണ്ടി വന്നു. കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. കേട്ടില്ല. ബോംബെയിലേക്ക് പോകുമ്പോൾ എപ്പിസ്ഥാനിൽ വിശ്വാസം 100%. ബോംബെയിൽ തിരിച്ചു വന്നപ്പോഴോ 200 അതെന്താ കാരണം? അത് എപ്പിസ്ഥാദ് എന്താണോ പറഞ്ഞത് അതൊക്കെ അവിടെ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടു, സനദടക്കം കണ്ടു. അപ്പൊ സനദൊക്കെ ആയല്ലോ. അപ്പം സനദ് ഇനി ചോദിക്കണ്ട, അത് ഇജ് നേരിട്ട് എന്നെ കണ്ടുകൊണ്ട് അവിടുന്ന് കണ്ടതാ. പിന്നെ എപ്പിസ്ഥാദ് എന്തെല്ലാമാണോ പറഞ്ഞത് അതൊക്കെ ഇജ് അവിടുന്ന് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു. പോകുമ്പോൾ 100%, വന്നപ്പോ 200%. ഇതാരോ പറഞ്ഞിട്ടല്ല, ഇജ് ബോംബെയിൽ പോയി ഇക്ബാൽ ജാലിയൻവാലയുടെ അടുത്ത് പോയി ആ ചെറും പാർക്കിനെ മർക്കസും കൊടുന്നേ. തർക്കം ആർക്കില്ല. അതിന് ഏറ്റവും എതിർക്കണ എസ്കെക്കാർ വരെ പറഞ്ഞു ഇക്ബാൽ ജാലിയൻവാലിന്റെ അടുത്ത് പറഞ്ഞാന്ന്. മനസ്സിലായോ? അയ്യോ തർക്കില്ല. അതിന് എങ്ങനെ വന്നാലും അത് ഇക്ബാൽ ജാലിയൻവാല നേരിട്ട് കൊടുത്താലും ഇക്ബാൽ ജാലിയൻവാല ആരിഫ് ബറക്കാത്ത് മുഖേന കൊടുത്താലും അത് കൊടുത്താൽ ഇക്ബാൽ ജാലിയൻവാലാണ്. ഇപ്പം ഇന്നലെ നല്ല വിഷയം മാറ്റാൻ നോക്കണ്ടേ. ജാലിയൻവാല എന്നോട് പറഞ്ഞു ഞാൻ മൂപ്പർക്ക് ചെറുവാർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പാറക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരാളെ വെച്ചാളെ അത് ഇക്ബാൽ ജാലിയൻവാല ആരിഫ് ബറക്കാത്തിക്ക് മുഖേന മർക്കസിലേക്ക് കൊടുത്തു. അത് തർക്കമില്ലല്ലോ. സനദും അങ്ങനെ തന്നെ. ആ മറ്റേ ചങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചല്ലോ, കോൺ ദിയാ മേനെ ദിയാന. ആ സനദിനെ പറ്റി ചോദിച്ചു, കോൺ ദിയ എല്ലാരെ കൊടുത്ത് സനദ്. മേനെ ദിയാന ഞാൻ കൊടുത്താണ് ആരിഫ് ബർക്കാത്തി. ആ കച്ചി കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പം എങ്ങനെ വന്നാലും ആ ഇക്ബാൽ ജാലിയൻവാലയാണ് അത് കൊടുത്ത ആള്. അവിടെ പോയിട്ട് ജി സനദ് ഇപ്പോൾ എനിക്കൊക്കെയല്ലോ ക്ലിയറായി. എപ്പിസ്ഥാൻ സനദ് പറഞ്ഞു അതെന്നെ അവിടുന്ന് കണ്ടു, മർക്കസിന് കണ്ടു എന്നല്ല പറഞ്ഞേ, ബോംബെന്ന് കണ്ടു എന്നാ പറഞ്ഞിട്ടോ. എന്റെ കണ്ടുകൊണ്ട് എപ്പിസ്ഥാൻ സനദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ജി ബോംബെയിൽ വെച്ച് ആ സനദ് കണ്ടു എന്നാ പറഞ്ഞേ. അല്ല മർക്കസ് പോയി കണ്ടു. ആ മർക്കസിൽ പിന്നെ നിങ്ങൾ എഴുതിണ്ടാക്കിയതെന്നപ്പോൾ പറയണ്ടേ. ആ തട്ടിപ്പാറ വെച്ചാളെ ഞാൻ അടുത്ത് കണ്ടോ. ഞാൻ എനിക്ക് വളരെ പ്രശ്നമുണ്ട്. അതേപോലെ ശിഖരപ്പെട്ടിനൊക്കെ എനിക്ക് തർക്കണ്ട്, തെളിയിക്കണം എന്ന് പറയണ്ടേ. അതും കൂടി ആ ചോദ്യം കേൾക്കുക ആദ്യം, എന്നിട്ട് ഞാൻ അത് കാണിച്ചു തരാം. കാരണം എന്താ? 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കാൻ നിങ്ങൾക്കാവോ? ഒരിക്കലും ആവൂല. 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല. 1000 വട്ടം കഴിയും. അത് വളരുന്ന ചെറുമ്പാർക്കാണെന്ന് ഇജന്നെ പറഞ്ഞിട്ടുള്ളൂ. വളർന്നിട്ടുണ്ട്. അതേപോലെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും വളരും, ഇവിടെയും ശിഖരം പൊട്ടും. ഇനി ശിഖരം പൊട്ടി എന്ന് പറഞ്ഞാൽ അതിന് വളർത്ത് വരണ്ട, മനസ്സിലാക്കിക്കോ. അവിടുന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അവിടെ തന്നെ ഇജ് കണ്ടെന്താ വളർന്ന ഇജ് കണ്ടിട്ടുണ്ട്, ശിഖരം പൊട്ടിയത് ഇജ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതോ. ഇനി കണ്ണ് കുത്തിപ്പൊട്ടിച്ചാളെ, അല്ലാതെ ഇജ് തൊള്ളയിൽ നാവുകൊണ്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് വാ. എനിക്ക് ആ കണ്ട കണ്ണ് വേണ്ട. ആ കണ്ണ് എൻ്റെ മുഖത്തുള്ളത്തോളം കാലം ഇജ് പറഞ്ഞാൽ ഞങ്ങളെന്നല്ല ഒരാളും വിശ്വസിക്കില്ല. കാരണം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ വളരുന്നുണ്ടോ? തെളിയിക്കാൻ കഴിയോ? 1000 വട്ടം തെളിയിക്കാൻ കഴിയൂടാ. എന്നെ പോലത്തെ 10,000 നൗഷാദ് വന്നാലും തെളിയിക്കാൻ കഴിയും. എൻ്റെ വെല്ലുവിളി ഞാൻ ആണത്തത്തിൽ ഏറ്റെടുക്കാൻ കാരണതാ. മനസ്സിലായോ? ഇജ് ആരെയും പൊട്ടനാക്കണേ? കണ്ടോ? എൻ്റെ കണ്ണുകൊണ്ട് കണ്ടേ. വളർന്നിട്ടുണ്ടോ? ശിഖരം പൊട്ടിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ കണ്ടേ ഐ പെട്ടെന്നെ ഇവിടെയും കൊടുക്കുന്നത്. അതിൽ ആർക്കും തർക്കമില്ല. സഹോദരന്മാരെ, നിങ്ങൾ കാണണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളോട് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മളെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയൻവാലിനെ ഒന്ന് സന്ദർശിച്ചു നോക്കൂ. ഈമാനുള്ള ആളുകളോടാ പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. അതിനതാ ഇങ്ങനെ ഓരോ ശിഖിരങ്ങൾ, ഓരോ മുടിയിലും ഒരുപാട് ശിഖിരങ്ങൾ ഇങ്ങനെ പൊട്ടിയ ശഅർ മുബാറക് അവിടെ ഉണ്ട് കേട്ടോ. ഈമാനുള്ള ഒരു മുസ്ലിമിനും അത് നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെ ഒരു മുടി വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ആർക്കും കാണാം. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഷെയർ മുബാറക് ഇങ്ങനെ വലുതായി വന്നത് കാണണമെങ്കിൽ ആദ്യം കാണണ്ടെങ്കിൽ അതടക്കട്ടെ. ഇജിപ്പോൾ അങ്ങോട്ട് തെളിയിക്കാൻ കഴിയുമെന്ന് ചോദിക്കണ്ടേ. അത് ആദ്യം കണ്ടവർക്ക് പിന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇജ് അവിടെ ആദ്യം കണ്ടിട്ടില്ല. അപ്പൊ ഇജ് വലുതായി വന്നത് കണ്ടു. അതിന് ശിഖരം പൊട്ടിയത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ ശിഖരം പൊട്ടും വലുതാവുകയൊക്കെ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ അതുണ്ടാവും, ആ സ്വഭാവം ഉണ്ടാവും. നീ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാളെ. കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് വാടാ സംസാരിക്കാൻ. ഇത് മർക്കസിലെ ഷെയർ മുബാറക്കിന്റെ കറാമത്താത്. മനസ്സിലായോ?
ഇതിനൊക്കെ മറുപടി അള്ളാഹു തആല എന്നെ കൊണ്ട് അനുഭവത്തിലൂടെ, ഈ അനുഭവം ഇല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ആ മുലിയറിനെ പറഞ്ഞ് പറ്റിച്ചാണ്, ഈ മുലിയറിനെ പറഞ്ഞ് പറ്റിച്ചാണ്, എന്നെ കൊണ്ട് അങ്ങനെ പ്രസംഗിപ്പിച്ചാണ്, ഇച്ച് മേറ്റർ തന്ന് എഴുതി തന്ന് ഞാൻ പറഞ്ഞതാണെന്നൊന്നും പറയണ്ട. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കണ്ണുള്ളത്തോളം കാലം ഞങ്ങളുടെ മുമ്പിൽ എൻ്റെ തട്ടിപ്പ് നടക്കൂല. മനസ്സിലായോ? ഇനി നേര് ജാത്ത് വേണോ? നേര് ജാത്ത് വെച്ച് കണ്ടത് കണ്ടോ? എൻ്റെ കണ്ണ് ഒക്കെ എൻ്റെ കണ്ണാ. ആ കണ്ണ് വെച്ച് ഇനി പ്രസംഗിക്കരുത്. പൊട്ടിച്ചടാ കണ്ണ്. ആ കണ്ണൻ്റെ മുഖത്തുള്ളത്തോളം കാലം രക്ഷപ്പെടില്ല. മനസ്സിലാക്കിക്കോ. സർവം സനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, മർക്കസ് കണ്ടല്ല. അതുപോലെ ഷർവാർക്ക് വലുതാകുന്ന കണ്ടു, നീളം വെച്ച്. പിന്നെ അതിന് ശിഖരങ്ങൾ പൊട്ടുന്നത് കണ്ടു. ഞങ്ങൾക്ക് ആരെ തെളിവ് വേണ്ടി? ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അന്നെ കൊണ്ട് തന്നെ എനിക്ക് മറുപടി അത് കേട്ടോ. ഞാൻ ചോദ്യം ചോദിച്ച് വരരുത്. ഇനി ഇതെല്ലാവരും തെറ്റും ഈ ക്ലിപ്പൊക്കെ. എന്തായി ഒന്നായിട്ട് അടിപ്പിലാണ്ടായി. ഇനി തുറന്ന് പുറത്ത് കേട്ടോ. ഇവരുടെയൊക്കെ ആക്രിപത്ത് എന്താകുമെന്ന് ശ്രദ്ധിച്ചോ സഹോദരന്മാരെ. എങ്ങനെയായി മുടി കൊടുത്തു എന്ന് അവർക്ക് കൊടുത്തത് എന്താന്ന് ഞാൻ പറയും. കൊടുത്തതിന്റെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാ കൊടുത്തത്. ഇവരെല്ലാം വിളിച്ചു, അമ്പലക്കടവടക്കമുള്ള എല്ലാവരും. എന്നിട്ട് അദ്ദേഹം ഷാർ മുബാറക് ഓരോന്നിങ്ങനെ ഇതളായി പൊട്ടിയതും നീണ്ടതുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹങ്ങളോട് പറഞ്ഞു, ഇതിന്റെ സനതും എല്ലാം ഉണ്ട്. അതിന്റെ പുറമെ ഇത് ഷാർ മുബാറക് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കും കാണിച്ചു തന്നു. ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക് എടുത്തു. എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറുണ്ട് അതിന്റെ മേലിൽ. അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നേല് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം സംസം വെള്ളത്തിൽ മുക്കിയത് ഒരു ബൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും ഉണക്കി. വെള്ളം പോയി, എല്ലാം പോയി, അത്രം പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് അയാൾ ചോദിച്ചു, നേരുണ്ടോ? ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു, അതിന് നയലില്ല എന്ന് മാത്രമല്ല, ഇത് ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഒരാൾക്കും ഈ കാലം വരെ ഈ ഷാർ മുബാറക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു, അതിന് നേരില്ല. ഇതെന്താ പറക്കാവെന്ന് വെച്ച് അത് തെളിയിക്കാനുള്ള പ്രമാണം അത് സനതാണെങ്കിലും മറ്റു പ്രത്യേകതകളാണെങ്കിലും അതുകൊണ്ട് വന്ന് തെളിയിക്കൂ. ഞങ്ങളുടെ അടുത്തുള്ള ഷാർ മുബാറക് ഇക്ബാൽ ജാലിയവാലിൽ നിന്ന് കിട്ടിയതാന്ന് ഇജും പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാവരും പറയുന്നുണ്ട്. അതിൽ തർക്കമില്ല, ഇത്തിഫാക്കാ. മനസ്സിലായോ? അത് സ്ഥിരപ്പെട്ട സംഗതിയാ. അതിവിടെ എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ സംഭവമല്ലോ. അപ്പം കണ്ണുകൊണ്ട് കണ്ടു, അതിന് എന്തില്ല, നേരില്ലാന്ന് കണ്ണുകൊണ്ട് കണ്ടതാ. ആരെയും പറഞ്ഞിട്ടല്ല. അപ്പൊ ഞങ്ങളിപ്പോൾ നേരില്ല എന്ന് പറഞ്ഞാൽ ഇജ് വിശ്വസിക്കൂല. ഇജ് കളവ് പറയാണ്, ഒരു കള്ളം പറയാന്ന് അറിയും, എബിസാദ് നുണ അറിയും, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ കളവ് പറയാന്ന് അറിയും. അപ്പൊ ഇജ് കണ്ണുകൊണ്ട് കണ്ടു നേരില്ല, അതന്നെ ഇവരും വന്നത്, അതിൽ പെട്ടതാണ് ഇവരും വന്നത്. അപ്പൊ ഇതിന് നേരുണ്ടാവില്ല. ഇനി നേരുണ്ടോ എന്ന് ചോദിക്കണ്ട. മനസ്സിലായോ? നേരുണ്ടെന്ന് കാണിച്ചേരിന്ന് പറയണ്ട. കാരണം ഇത് മുമ്പ് അവിടുന്ന് കണ്ടുപോകുന്നതാ. അതന്നെയാണ് ഇവിടെയും. ഒക്കെ എൻ്റെ കണ്ണാ പ്രശ്നം. അപ്പൊ സനത് ഇത് കണ്ണുകൊണ്ട് ഞാൻ ആദ്യത്തെ ക്ലിപ്പിലാണ് സനത് കണ്ടു. എപ്പിസോഡ് എന്തെല്ലാം പറഞ്ഞത് അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടു. 100% വിശ്വാസം ഇവിടുന്ന് പോകുമ്പം അത് തിരിച്ചു വരുമ്പോൾ 200 ഭയങ്കരം തന്നെ. ഇപ്പൊ പൂജയായി ഇല്ലേ? അത് പോട്ടെ, അതെന്റെ വർഗ സ്വഭാവം. അപ്പൊ എല്ലാം കണ്ണുകൊണ്ട് കണ്ട് സ്ഥിരപ്പെട്ടു. പ്രത്യേകതകൾ കണ്ടില്ലേ? നേരില്ല, മുടി വളർന്നു, മുടിക്ക് ശിഖരം പൊട്ടി, ഇതൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട. ഇനി എനിക്ക് ദലീൽ വേണ്ടല്ലോ. ഇനിയും പറഞ്ഞ ക്ലിപ്പ് കണ്ടു, 100 കണ്ടോ? എനിക്ക് കണ്ണിന് കരച്ചിൽ വന്നു പോയി, കണ്ണ് നനഞ്ഞു പോയി. ഈ കണ്ട കണ്ണേ ഇതൊന്ന് കണ്ടപ്പോൾ കണ്ണ് നനഞ്ഞു പോയി. ആ കണ്ണേ ആ നനഞ്ഞു പോണ കണ്ണെന്ന് കാണുക നമ്മള്. അത് പറഞ്ഞെടുക്ക്. ഇതൊന്നും ആരെങ്കിലും മാറ്റർ എന്ന് എഴുതി ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗത്ത് പറയേണ്ടത് എന്നെ കൊണ്ട് പറയാൻ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മാറ്റർ എഴുതി തന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ തന്നെയല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? മറ്റോ പറഞ്ഞതല്ലേ ജി പ്രസംഗിക്കുന്നുണ്ട്. കണ്ടതായ നിലപാട് ഏത് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ അന്നെ പറ്റി അവൾക്കൊക്കെ അറിയാം. ഞാൻ നനഞ്ഞ കണ്ണെന്ന് കാണാം. സഹോദരന്മാരെ, രണ്ടും കാണിച്ചു തന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടത് കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. നല്ല അത്രൊടിച്ച് അത്തറിന്റെ മേലിൽ നിൽക്കുന്ന അതിന്റെ മേലെ കാണുന്നു. അത്രം ഒഴിവാക്കി വെറും മുടിയായി ഷാർ മുബാറക്കായി വന്നപ്പോൾ അതിന് മേല് കാണുന്നില്ല. ഞങ്ങൾ കണ്ടു, അവരും കണ്ടു, എല്ലാവരും കണ്ടു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു അത് തെറ്റാണ്, ഇതിനൊരു പ്രത്യേകതയുമില്ല. കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ കണ്ടു, അവരും കണ്ടു, എല്ലാവരും കണ്ടു. കണ്ണുകൊണ്ട് കണ്ടത് എങ്ങനെ നിഷേധിക്കാൻ കഴിയോ? കണ്ണുകൊണ്ട് കണ്ടത് മാത്രം ഞാൻ ദില്ലിയിലോട്ടുണ്ട്. തെളിവ് കണ്ണുകൊണ്ട് കണ്ടത് മാത്രം. ആ കണ്ണ് ഇപ്പോഴും ഉണ്ടല്ലോ. ആ കണ്ണ് നാളെ മഹ്ശറിൽ നിന്നും പറയും. ഇന്ന് ചില നിഷേധിക്കണ്ടേ, ഒരു പ്രത്യേകത ഇല്ലാന്ന് പറയണ്ടേ, മറ്റവർക്കും വേണ്ടി, നിധിക്കും വേണ്ടി. കള്ളം പറയുന്നുണ്ട്, നിധിക്കും വേണ്ടി സനത് ചോദിക്കണ്ട്. കൂരാട് നെതുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നെതുവിന്റെ ആ വഹാബി വാദം അല്ലേ, നെതുവിയും കൂട്ടരും വാദിച്ച വഹാബി വാദം ഇജാവിടെയും വെച്ച് വാദിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് അത് കള്ള ശരീഅത്താണെന്നും അത് ഇസ്ലാമിലെ ഒരു പ്രമാണം കൊണ്ടും തെളിയിക്കാൻ പറ്റൂല എന്നും അൻവരി പറഞ്ഞത് ഞാൻ കാണിച്ചുതരാം.
ഹദീസിന് പറഞ്ഞ നിബന്ധന എടുത്തിട്ട് ഒരാളെ ഹദീസ് സ്വീകരിക്കാൻ, നിബിധങ്ങളെ ഹദീസ് സ്വീകരിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞ മാനദണ്ഡം ഇതിന്റെ പേരിൽ നിബിധങ്ങൾ ആധാർ കൊണ്ട് വർക്കത്തെടുക്കാൻ പറ്റി അതിനു വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഇട്ടരപ്പം അതിന് മുമ്പ് ഈ നെല്ലിക്കുസ്താദ് പറയുന്ന ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. നെല്ലിക്കുസ്താദിനെ പറ്റി കുറേ കാലം അതൊക്കെ പറഞ്ഞു നടന്നല്ലോ. നെല്ലിക്കുസ്താദിന്റെ മക്കളാണ് ഞങ്ങൾ ഇന്ന് ബാലുശ്ശേരി വെച്ച് മുമ്പ് ആദർശ മുന്നേറ്റത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ നെല്ലിക്കുസ്താദിനെ പറയുന്ന ക്ലിപ്പ് ഇട്ടിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് മുമ്പ് പോയ കാലത്ത്. നെല്ലിക്കുസ്താദ് വഹാബിയാന്ന് പറയോ? എ പി ഉസ്താദ് ഇപ്പൊ സനദിൽ നേരില്ല എന്ന് പറഞ്ഞാലും സനദുണ്ട് എന്ന് പറഞ്ഞാലും വിശ്വസിക്കൂല. എ പി ഉസ്താദ് ഉത്തരവാദിയാക്കി, കള്ളനാക്കി. എന്നാൽ നെല്ലിക്കുസ്താദ് കജ്ജ് കള്ളനാക്കുവോ? ആ നെല്ലിക്കുസ്താദ് പറഞ്ഞ ക്ലിപ്പ് ഇവനിടുന്ന ഭാഗം കണ്ടോളി. നേലില്ല, ഞങ്ങൾ പരിശോധിച്ചു, എ പി ഉസ്താദ് അടക്കം പരിശോധിച്ചു, നേലില്ല, നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളി നേലില്ല എന്നുള്ളത്. അത് മർക്കസിലെ പഠിനെ പറ്റി ആദ്യം നേലില്ല എന്ന് പറഞ്ഞത് ബോംബെയിലെ, അത് അവിടെ നിന്ന് പറഞ്ഞേ. അപ്പോൾ ഇതിന് നേലുണ്ടാവില്ലല്ലോ. അപ്പം ഈ മർക്കസിൽ നേലുണ്ടോ എന്ന് സംശയം വേണ്ട. അത് നെല്ലിക്കുസ്താദ് ക്ലിപ്പ് ഇട്ടിട്ട് ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കാണാം. ഇനി ഞാൻ നെല്ലിക്കുത്ത് ഉസ്താദിനെ കൂടി കൊണ്ടുവരാം. നിങ്ങൾ പഠിച്ചോ? മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളൊന്ന് കേട്ടോ. ഷെയർ മുബാറക്കിന് നേരുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് നിങ്ങളൊന്ന് കേട്ടോ. കാന്തപുരം ഉസ്താദിന്റെ കൂടെയായിരുന്നു എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടായിരുന്നത് വെച്ചു കൊടുക്കുക. പിന്നെ ഷെയറെ മുബാറക്ക ഉസ്താദ് പറയുന്നുണ്ട്. ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല അതിന് നീയലുണ്ടോ നീയലുണ്ടോ. അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദ് കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് നീയലുണ്ടോ നോക്കുമ്പോൾ നീയലില്ല. നിങ്ങൾ ധൈര്യ സമേതം പറഞ്ഞോളി. അതിൽ നിങ്ങൾ ഏതാക്കണ്ട, പേടിക്കൊന്നും വേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവர்கள் അവസാനം ആ വാക്ക് പറഞ്ഞു വെച്ചതുകൊണ്ട് സഹോദര എ പി ഉസ്താദിന്റെ കൂടെയാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി ലാസ്റ്റ് പറഞ്ഞത്, മക്കളെ ഇനി ആ മർക്കസ് പൂട്ടല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞതുമായി എന്താ പാറക്കാവെന്ന് ചോദിച്ചേ. ഇസ്ലാമിൽ പറഞ്ഞ പ്രമാണം അത് സനദ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രത്യേകതകൾ കൊണ്ടോ കൊണ്ടുവന്ന് തെളിയിക്കൂ അല്ലേ? അത് ഞാൻ തെളിയിച്ചു. എല്ലാം എന്നെ കൊണ്ട് തന്നെ തെളിയിച്ചു. സനദ് എൻ്റെ കണ്ണുകൊണ്ട് അവിടുന്ന് കണ്ടു. അതുപോലെ ചെറുപാർക്ക് വളരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിന് ശിഖരം പൊട്ടിയത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ അതിന് നേലില്ലാത്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എല്ലാ പ്രത്യേകതകളും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് അനുഭവം മാത്രം ഞാൻ പറഞ്ഞത്. അല്ലാതെ പ്രസംഗിച്ചത് വേറെ ഇല്ലായിട്ടില്ല. ഇത് കണ്ണുകൊണ്ട് കണ്ട അനുഭവം പറയാത്ത സംഗതി ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, കണ്ണിനെ കൂട്ടാതെ. അത് ഞാൻ എടുത്തിട്ടില്ല. അത് ഓമശ്ശേരിയും പുത്രത്താണിയും അങ്ങനെ പല പ്രസംഗത്തിലുണ്ട്. അത് നമ്മൾ കാണായിട്ടില്ല. പക്ഷെ അതൊന്നും എൻ്റെ കണ്ണില്ല. എൻ്റെ കണ്ണുണ്ട്. അപ്പം എൻ്റെ കണ്ണാണ്. ആർക്ക് മനസ്സിലാവല്ലോ? ഏത് ആലം ദുനിയാവിൽ പോയാലും കണ്ണുകൊണ്ട് കണ്ടത് തന്നെ. മനസ്സിലായോ? അത് മാറ്റാൻ കഴിയില്ല മോനെ. അത് ഇനി എത്ര പൊന്തിയാലും എത്ര താമാലും ഇജി എങ്ങോട്ട് പോയാലും, ഇജിഞ്ഞിപ്പോൾ യുക്തിവാദത്തിലേക്ക് പോയാലും നിരീക്ഷവാദത്തിലേക്ക് പോയാലും ചേകനവിസരത്തിലേക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് അപ്പോഴൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. കാരണം എൻ്റെ കണ്ണാ. ഇത് പറഞ്ഞിട്ട് നമ്മൾ കേട്ട് വരില്ല. അതായത് 2013 മുമ്പ് ഇവിടെ തന്നെ പോയതിൻ്റെ മുമ്പ് ഉണ്ടായിട്ട് തള്ളി ചെയ്തിട്ട് നമ്മൾ അനുഭവം മാത്രമേ കൊണ്ടുള്ളൂ. 2013 ശേഷമുള്ള കൊണ്ടു കേട്ടോ. അതൊക്കെ അടക്കട്ടെ. അപ്പം ചർച്ച നിങ്ങളില്ല. ഇനി വേറെ നിങ്ങളുടെ തട്ടിപ്പ് നടത്തിട്ട് അതുകൂടി കാണാം. അത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല എന്ന ആ മഹാനിൽ നിന്ന് കാന്തപുരം ഉസ്താദിന് കിട്ടിയതാണ് എന്ന് സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ ഉസ്താദ് അവറുകൾ പറഞ്ഞത് 100% ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഓനാ തട്ടിപ്പ് നടന്ന ക്ലിപ്പിന് മുമ്പ് ഇതൊന്ന് കാണാം. എന്തേ? അത് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞങ്ങളെ ഉസ്താദ് പറഞ്ഞത് സമ്മതിച്ചതിന് നിങ്ങൾക്ക് നന്ദി. അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞത് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം എസ് കെക്കാരും അപ്പുറത്തുള്ള നിധി ഉണ്ടല്ലോ, നിധിയും കൂട്ടരും അത് സമ്മതിച്ചു. എന്ത് ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കിട്ടിയതാണ്. ഇനി ഇഖ്ബാൽ ജാലിയവാലയിൽ നിന്ന് കിട്ടിയതല്ല എന്ന് പറയണ്ട. അതിലിവിടെ ഇത്തിഫാക്കാണ്. ഇനി ഇഖ്ബാൽ ജാലിയവാല ആരാന്നും കൂടി പറയണ്ടേ? ഇവനെ അതുകൂടി ഒന്ന് കാണാം. അപ്പൊ അവിടെ നമ്മൾ ആപ്പടിച്ചണല്ലോ, സനത് ക്ലിയർ ആക്കണല്ലോ. ഇഖ്ബാൽ ജാലിയവാല കള്ളാന്ന് പറഞ്ഞ ഇഖ്ബാൽ ജാലിയവാലിനെ പറ്റി പോയി അന്വേഷിച്ച് ആളുകൾ പറഞ്ഞ അനുഭവം, അതും അനുഭവമാണ്. അതെന്റെ ചെവി കൊണ്ട് കേട്ടതാ. ആ ചെവി കൊണ്ട് കേട്ടതെന്ന് പറയട്ടെ, ഒക്കെ അനുഭവട്ടോ. അപ്പൊ ഇഖ്ബാൽ ജാലിയവാലയും വലിയ മഹാനാന്ന് ഇത് പറഞ്ഞേ. അപ്പൊ സനത് ക്ലിയറായി. ഷെറുബാർക്കും ഇത് പറഞ്ഞ എല്ലാ നിബന്ധനയും ഞാൻ കാണിച്ചു തന്നു. എന്റെ കണ്ണുകൊണ്ട് കണ്ട അനുഭവം. ഇനി ആ ഷെറുബാർക്ക് കൈവശം വെച്ച ഇഖ്ബാൽ ജാലിയവാല ആരാന്നുള്ളത് കൂടി പറഞ്ഞല്ലോ എന്റെ അനുഭവത്തിൽ നിന്ന്. അപ്പൊ ഇഖ്ബാൽ ജാലിയവാലി മഹാനാന്ന് പറഞ്ഞിട്ട് പിന്നെ അത്രയും സുബൂത്തായ സ്ഥിരപ്പെട്ട ആ ഷെറുബാർക്ക് മർക്കസിലെത്തി. ഇപ്പൊ പറയണ്ടേ കൊണ്ടുവന്ന ആള്, അല്ലെങ്കിൽ അത് ഷെറുബാർക്കാണ് പറയുന്ന ആള് വഹാബി അയക്കണേ, പുത്തൻവാദി അയക്കണേ, അതുകൊണ്ട് സനത് വേണം, തെളിയിക്കണം, നിങ്ങൾ കളവ് പറയാണ്. അത് പുത്തൻവാദി ആയാലും എങ്ങനെ ആയാലും ആയില്ലെങ്കിലും ഷെറുബാർക്ക് തന്നെയല്ലേ
അത് മുമ്പ് ഇവിടെ ഷെയർ മുബാറക്കാൻ സ്ഥിരപ്പെടുത്തിയതാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകണ്ട്. അപ്പൊ അതിൽ തർക്കമില്ല ഇക്ബാൽ ജാലിയവാല ആരാന്നുള്ളത്. എന്നിട്ട് വേണ്ട തട്ടിപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചിന്തിക്കണം, ബോംബെയിൽ 20ഓളം പള്ളികൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയുള്ള ഇമാമികൾ മുഴുവൻ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക മൗലിദ് ഉണ്ടാകുമ്പോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയെ കൊണ്ടുവരാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഷഹർ മുബാറക്കിൽ നിന്ന് പലരും പല ഷഹർ മുബാറക്കും കിട്ടിയവരും അവിടെയുണ്ട്. ഒരാൾക്ക് പോലും അവിടെ തർക്കമില്ല. എല്ലാവരും അംഗീകരിച്ചു വരുന്നു. എന്ന് മാത്രമല്ല, ഇവര് ചെല്ലുമ്പോ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയെ ഇവരും പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മഹാനാണ്. ഞാനത് കാണിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരാൾക്കും തർക്കമില്ല ഇക്ബാൽ ജാലിയവാലിനെ പറ്റി. ഒരൊറ്റ കുട്ടിയൊക്കെ 20ഓളം പള്ളികൾ സന്ദർശിച്ച് ഇവര് ഇക്ബാൽ ജാലിയവാലിനെ പറ്റി അന്വേഷിച്ച് ചെവി കൊണ്ട് കേട്ട് കണ്ണുകൊണ്ട് കണ്ട് ഇക്ബാൽ ജാലിയവാല മഹാനാണെന്ന് ഉറപ്പുവരുത്തി. ആ ഇക്ബാൽ ജാലിയവാലിന്റെ അടുത്തുള്ള ഷെയർ മുബാറക്കാണ് മർക്കസിൽ വന്നതെന്നും ഇവൻ തന്നെ പറഞ്ഞ ക്ലിപ്പ് കേട്ടു. മാത്രല്ല അവിടുന്ന് ഇവൻ സനത് കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ ഷെയർ മുബാറക്ക് വളരണേ കണ്ണുകൊണ്ട് കണ്ടു, ശിഖരം പൊട്ടണേ കണ്ണുകൊണ്ട് കണ്ടു, നേരില്ലാത്തത് കണ്ണുകൊണ്ട് കണ്ടു. ഒക്കെ കണ്ണുകൊണ്ട് കണ്ട അനുഭവട്ടോ. ഇത് ചെവി കൊണ്ട് കേട്ടതുമാണ്. ആ ഷെയർ മുബാറക്ക് മർക്കസിലെത്തി ഇപ്പൊ പറയാണെന്തേ അത് നിങ്ങൾ കളവ് പറയാണ്. അതുകൊണ്ട് കുറേ നാൾ പുത്തൻവാദി ആയിട്ടുണ്ട്. അതുകൊണ്ട് തെളിവ് നിരത്തണം. അതിനപ്പം തെളിവ് ഞാൻ കാണിച്ചത്. ഒറിജിനൽ ഷെയർ മുബാറക്കാൻ സ്ഥിരപ്പെട്ട സംഗതി, വാൻ സ്ഥിരപ്പെടുത്തിയ സംഗതി ഇവിടെ ഇപ്പം എന്തായി? ഇപ്പൊ പറയാം. അവൻ്റെ എട്ടാപ്പ് മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പൊ പറയാ ആ കൊറനാൾ പുത്തൻവാദി അയക്കണേ, മുത്തതി അയക്കണേ. ആ കൊറനാൾ മുത്തതി അയക്കണമെങ്കിൽ തന്നെ എൻ്റെ വാദപ്രകാരം സമയം ആയിട്ടില്ലാതെ വേറെ ചെയ്യാം. അതൊക്കെ വ്യാജ ആരോപണം ചമച്ച് പറയാം. അതടക്കട്ടെ, അയക്കിപ്പോൾ ഞാൻ കിടക്കണില്ല. അത് നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം, അയക്കണില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ പുത്തൻവാദി അയക്കണേ. അതുകൊണ്ട് ഷെയർ മുബാറക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഷെയർ മുബാറക്ക് പുത്തൻവാദി ആവുള്ളൂ.